2/2/1982 തീയതി മുതൽ 23 വയസ്സുള്ള സിസിലി എന്ന പെൺകുട്ടിയെ കാണാനില്ല. മനക്കര വീട്ടിൽ തോമസ് എന്ന ആളിൻ്റെ മൊഴി വാങ്ങിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അയാളുടെ മൊഴിയിൽ മകൾ കൊട്ടാരക്കരയുള്ള സ്റ്റാർ ലാബിൽ ലാബറട്ടറി ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണെന്നും വീട്ടിൽ ദിവസവും വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ സഹോദരി തൊട്ടടുത്ത് താമസിക്കുന്ന ആ വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോയിരുന്നതെന്നും ആഴ്ചയിലേക്ക് വീട്ടിൽ വരുമെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ശൂരനാട് പോലീസ് അന്വേഷണം നടത്തി. ഏതാണ്ട് 8 മാസക്കാലം അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു കേസിന് ഒരു പുരോഗതി ഉണ്ടായില്ല. പെൺകുട്ടി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ കേസ് ക്രൈം ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അയച്ചു കിട്ടിയത്. കൊല്ലം ക്രൈം ഡിറ്റാച്ച്മെൻറ്റിൽ CD ഫയൽ അയച്ചു കിട്ടിയപ്പോൾ 12/10/1982 തീയതിയിൽ അയച്ചു കിട്ടിയ CD ഫയൽ ഒന്ന് വായിച്ചു നോക്കി. 2-3 ആവർത്തി വായിച്ചു. അന്വേഷണങ്ങൾക്കായി ആദ്യം എത്തിയത് സിസിലിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ പ്രായമുള്ള 2 മനുഷ്യർ, സിസിലിയുടെ തോമസും അമ്മയും. സാറേ, ഞങ്ങളുടെ മകൾക്ക് എന്തോ സംഭവിച്ചതാണ്, അപകടം സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അവൾ ഇത്രയും നാൾ ഞങ്ങളെ കാണാതിരിക്കില്ല സാർ. വരട്ടെ, നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം, നമുക്ക് അന്വേഷിക്കാം. സിസിലിയുടെ മുറി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചത് പൂട്ടിയിരുന്ന ഒരു മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സുഗന്ധം നാസാരന്ധ്രങ്ങളിൽ അടിച്ചു കയറി. ഒരു പ്രത്യേക സുഗന്ധം. മുറിയിലേക്ക് നിന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു ചിത്രം ചുവരിൽ വെച്ചിരിക്കുന്നു. ഒരു മാലാഖ കുട്ടിയുടെ ഒരു ഗൗണൊക്കെ ധരിച്ച് സുന്ദരിയായ ഒരു പെണ്ണ്. അത് സിസിലിയാണെന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പുഞ്ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കയായ ആ മുഖത്ത് നോക്കി നിന്നു. പെട്ടെന്നൊരു കാൽപ്പെരുമാറ്റം പോലെ കേട്ടു. തട്ടിൻ മുകളിൽ നിന്ന് ആ എലിയോ എന്തോ ചാടിയതായിരിക്കുമെന്ന് കരുതി. എന്തായാലും അവിടെയൊക്കെ പരതി നോക്കിയിട്ട് ഒരു സൂചനയും കിട്ടിയില്ല. പുറത്തിറങ്ങി മാതാപിതാക്കളോട് കണ്ട്, നിങ്ങൾക്ക് ആ സിസിലി ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടായിരുന്നതായോ പിന്നീട് എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊരു വിവരവും ഇല്ല സാർ. പലരും പലതും പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. ഞങ്ങളുടെ മകൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞ ആ മുഖത്ത് നോക്കി നിന്നിട്ട് അവർ പകർന്നു നൽകിയ ആത്മവിശ്വാസവുമായിട്ടാണ് അന്വേഷണങ്ങൾക്കായി പുറപ്പെട്ടത്. നേരെ കൊട്ടാരക്കര എത്തി. സിസിലി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തി. സ്റ്റാർ ലാബ്, അതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങൾ സിസിലിയുടെ കേസ് അന്വേഷിച്ച് വന്നതാണ്. ഈ നടത്തിപ്പുകാരിയാണല്ലേ? അതെ. എന്താ പേര്? ഷീബ. സിസിലിയെ അറിയുമല്ലോ സാർ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ സ്ഥാപനം തുടങ്ങിയത് തന്നെ. ഇത്രയും അടുപ്പമുള്ള നിങ്ങൾക്ക് സിസിലിയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനാവുമോ? സാർ, ഞങ്ങൾ പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാറില്ല. ഹൃദയം തുറന്നെല്ലാം സംസാരിക്കാറുള്ള ഞങ്ങൾ ഈ കാര്യം മാത്രം അവൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു. പക്ഷേ അവളുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് ചില സംശയങ്ങൾ തോന്നി. ഞാനും പരിശോധിച്ചു. അവൾക്കൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു സാർ. അയാളുടെ ഫോൺ നമ്പർ അവൾ കുറിച്ചാണ്. ആ ഫോൺ നമ്പർ, അതിലപ്പുറം എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വിവരങ്ങളൊക്കെ കൈമാറിയത് സിസിലിയെ കണ്ടെത്താൻ പോയിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് കരുതിയാണ്. പക്ഷേ അത് എനിക്കൊരു ഭീഷണി ആവരുത് സാർ. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ ഒന്ന് യാത്ര പറഞ്ഞിറങ്ങി. നേരെ ഇവളുടെ വയസ്സായ അച്ഛൻ്റെ സഹോദരിയും ഭർത്താവും താമസിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോൾ അവർ 2 വൃദ്ധ ദമ്പതികൾ പരസ്പരം 3 വടികളായി കഴിയുന്നു. മക്കളെല്ലാം വിദേശത്താണ്.
അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവരുടെ മൊഴികൾ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നതുകൊണ്ട് പ്രത്യേകം മൊഴി രേഖപ്പെടുത്തിയതുമില്ല. അവിടെ നിന്ന് മടങ്ങി വന്നു. തിരികെ സ്റ്റേഷനിലെത്തി. ഇവിടെ അന്വേഷിക്കണം. CD ഫയൽ ഒന്നുകൂടെ മറിച്ച് നോക്കി, പഴയ പോലീസുകാർ അന്വേഷിച്ചതിൻ്റെ. അത് ഒരു CD ഫയൽ നോക്കിയപ്പോൾ ഏനാത്ത് ഒരു ജോൺ അവിടെ ഒരു കട നടത്തുകയാണ്, സ്റ്റേഷനറി കട നടത്തുന്നു. അയാളുടെ മൊഴി പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് ഈ 2-ാം തീയതി ഒരു പെൺകുട്ടി കടയുടെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം നിന്നു. കുറേയേറെ നേരം നിന്നപ്പോഴാണ് ഒരു കാറ് വന്നു. 10 മണിക്ക് വന്ന കുട്ടിയാണ്. ഒരു 11 മണിയോട് അടുപ്പിച്ചാണ് ഒരു കറുത്ത അംബാസഡർ കാർ വന്ന് നിന്നത്. ആ കുട്ടി അതിൽ കയറി പോവുകയും ചെയ്തു. ഏറെ നേരം നിന്നതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ അടുത്ത് നിന്ന ആളുകളും നോക്കിയപ്പോൾ ആ കാർ കയറി പോയെന്ന് മാത്രമേ ആർക്ക് അറിയാവുള്ളൂ. കാറിൻ്റെ നമ്പരൊന്നും ആരും വേണ്ടി എഴുതി വെച്ചതുമില്ല. അങ്ങനെയാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ആ ഫോട്ടോ കാണിച്ച പോലീസുകാർ കാണിച്ചപ്പോൾ ഈ പെൺകുട്ടിയാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അയാൾ ആ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ജോണിനെ ഒന്ന് കാണണം. അതിനകത്ത് ആ കടയിലെത്തി അടുത്ത ദിവസം തന്നെ. അയാളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അയാളൊരു കാറിൻ്റെ നമ്പർ കുറിച്ചാണ്. സാറന്മാർ അന്ന് പറഞ്ഞിട്ട് പോയതനുസരിച്ച് അന്ന് വന്ന കാറിൻ്റെ നമ്പർ ഞാൻ അന്വേഷിച്ച് പിടിച്ചു. ഇതാണ് ആ കാറിൻ്റെ നമ്പർ. അത് പോരുവഴി താമസിക്കുന്ന ഒരു മിലിറ്ററിക്കാരൻ്റെ വണ്ടിയാണ്. അത്രയും വിവരങ്ങൾ കിട്ടി. നേരെ ആ കാറിൻ്റെ നമ്പറുമായിട്ട് പോരുവഴിയിലെത്തി. പട്ടാളക്കാരൻ്റെ വീട്ടിലെത്തി. കാർ പോർച്ചിലെത്തുമ്പോൾ തന്നെ ആ നമ്പറുള്ള കാർ അവിടെ കിടക്കുന്നുണ്ട്. ബെല്ലടിച്ചപ്പോൾ ശാലീനയായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഞങ്ങൾ കേസന്വേഷണത്തിന് വന്നതാണ്. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് വിക്ടറി. നിങ്ങളുടെ ഭർത്താവ്? അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ്. അദ്ദേഹം അവസാനമായി ലീവിൽ വന്നിട്ട് പോയത് എപ്പോഴാണ്? അത് 2 മാസമായി കാണും. ഈ കാറ് അദ്ദേഹം അല്ലാതെ വേറെ ആരെങ്കിലും ഓടിക്കാറുണ്ടോ? ഉണ്ട് സാർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ബിജു ഉണ്ട്. അയാൾ ആവശ്യത്തിനൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ടൊക്കെ ഭർത്താവ് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അയാൾ അവസാനമായി വന്ന് കാർ എടുത്തുകൊണ്ട് പോയത് എപ്പോഴാണ്? അതൊരു 5 മാസമായി കാണും സാർ. അത് അയാളുടെ വിവാഹ ആവശ്യത്തിലേക്ക് വേണ്ടിയാണ്. അതിനു മുമ്പ് ഒരു 2 മാസത്തിന് മുമ്പായിരിക്കണം. ഒരിക്കൽ അയാളുടെ അമ്മ ട്രിവാൻഡ്രത്ത് RCCയിൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോയി. പക്ഷേ അന്ന് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് രാത്രി തന്നെ വണ്ടി കൊണ്ട് തിരിച്ചിട്ടിട്ട് പോയി. അയാൾ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞു, രേണാൻ. ആ വിവരം രേഖപ്പെടുത്തി മടങ്ങി. അവിചാരിതമായാണ് കൊല്ലം ആശ്രാമത്തിനടുത്ത് താമസിച്ചിരിക്കുന്ന അരുണിനെ കാണാനായത്. അയാൾ ITBPയിലെ ജീവനക്കാരനാണ്. അയാളുടെ ബിജുവിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അയാളൊരു പുഞ്ചിരി അയാളുടെ മുഖത്ത് വിടർന്നു, പുച്ഛരസത്തിലുള്ള. ഞാൻ അറിയും സാർ, പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. കാരണം അയാളുടെ വഴി വേറെയാണ്. പെൺകുട്ടികളെ വലയിലാക്കുക, അതിൻ്റെ കുരുക്കിൽപ്പെടുക, വീണ്ടും പുതിയതൊരെണ്ണത്തിനെ കണ്ടെത്തുക, ഇതാണ് അയാളുടെ ഹോബി. ഞങ്ങളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ട് ഞാൻ അയാളുമായിട്ട് സംസാരിക്കാറില്ല സാർ. എന്തായാലും ബിജുവിനെ കാണാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി തരാമെന്ന് അയാൾ പറഞ്ഞതനുസരിച്ച് അതിനടുത്ത ദിവസം തന്നെ ISROയുടെ തുമ്പ യൂണിറ്റിലെത്തി. ISROയിൽ സെക്യൂരിറ്റിയുടെ ചുമതല എല്ലാം ഇവർക്കാണ്.
സെക്യൂരിറ്റി ചെക്കപ്പുകൾ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അരുൺ കൂടെ ഉള്ളതുകൊണ്ട്. അവിടെ അകത്ത് കയറി വിസിറ്റിംഗ് റൂമിലിരുന്നപ്പോഴാണ് ബിജു കടന്നു വരുന്നത്. നേരെ കടന്നു വന്ന് അയാളുമായിട്ട് കാഷ്വലായിട്ട് സംസാരം ആരംഭിച്ചു. സിസിലി അറിയുമോ എന്ന ചോദ്യത്തിന് അറിയും, സിസിലി ലാബറട്ടറി ടെക്നീഷ്യനാണ്. ഞങ്ങളൊരു നാട്ടുകാരാണെന്നതിനപ്പുറം ആ ബന്ധത്തിന് കൂടുതൽ മാനങ്ങൾ കൈവരിച്ചു. ഫോൺ വിളിക്കുകയും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു വീട് വയ്ക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ പുതിയ വീടല്ല, അമ്മയുടെ ഷെയറിൽ വന്ന ഒരു പഴയ വീട് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അവൾ പലവട്ടം വന്നിട്ടുണ്ട്. ഒരു തവണ വന്നപ്പോൾ വീട് പണി പൂർത്തിയാകുമ്പോൾ വിവാഹം നടത്തണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഞാൻ അതിനൊരു ചെറിയ തടസ്സം പറഞ്ഞു. തൽക്കാലം നടക്കില്ല. ഉടനെ അവൾ ദേഷ്യം വന്ന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് ഒക്കെ വിളിച്ച് പറഞ്ഞ് ശാഠ്യം കാണിച്ചെങ്കിലും ഞാനൊരു വാക്കും ഉരിയാടിയില്ല. മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. ബന്ധങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർക്കാനാവാത്ത വിധം അകന്നു പോകണ്ട എന്ന് കരുതിയാണ് ഞാൻ മൗനം പാലിച്ചത്. അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. കുറ്റബോധം തോന്നിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. അവൾ പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. അവളിങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഏതെങ്കിലും നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. കാരണം അവളുടെ ഒരു തൊഴിൽ കൈവശമുണ്ടല്ലോ, എവിടെയും ജീവിക്കാമല്ലോ. സുഖമായിട്ട് ഏതോ നാട്ടിൽ കഴിയുന്നുണ്ടാവും. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. അയാളുടേതായിട്ടുള്ള സംഗമത്തിൽ, കൂടിക്കാഴ്ചയിൽ സംശയിക്കത്തക്ക ഒരു നേർത്ത രേഖകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും 2/2/1982 അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ കോപ്പി ഞാൻ വാങ്ങി അവിടെ. അന്ന് അയാൾ ആബ്സെൻ്റ് ആയിരുന്നു. അവിടെ നേരെ തിരിച്ച് ഓഫീസിലെത്തി. എന്തായാലും രണനെ ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇയാളുടെ ബന്ധുവല്ലേ. രണനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ രണനെ കണ്ടെത്തി. രണനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്തോ അയാൾ മാനസികമായിട്ട് തളർന്ന നിലയിലായിരുന്നു. കുറ്റബോധമാണെന്ന് തോന്നുന്നു. കൂടുതലൊന്നും ചോദിക്കേണ്ടി വന്നില്ല. അയാളുള്ളത് കാര്യങ്ങളെല്ലാം തുറന്ന് സമ്മതിച്ചു. ബിജുവിന് സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നുള്ള വീട്ടുകാരുടെ നിർബന്ധം, അന്യജാതിയിൽപ്പെട്ട സിസിലിയെ ഒഴിവാക്കാനും വേണ്ടിയുള്ള കരുക്കൽ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു. അങ്ങനെയാണ് അന്ന് സിസിലിയെ കൂട്ടിക്കൊണ്ട് വന്ന് പഴയ വീട്ടിൽ പുതുക്കി പണിതുകൊണ്ടിരുന്ന വീട്ടിലെത്തിച്ച് രണ്ടുപേരും കൂടെ ചേർന്ന് കഴുത്ത് ഞെരിച്ച് കൊന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിൽ മൂടി. ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് വാഹനം തിരിച്ചുകൊണ്ട് ആ വീട്ടിലിട്ടിട്ട് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് ബിജു ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ആ കൂടെ ഒരു അത്ഭുതം കൂടെ. ഈ അന്വേഷണം, സിസിലിയെക്കുറിച്ചുള്ള അന്വേഷണം ബിജുവിൻ്റെ നേരെ എത്താതിരിക്കാൻ വേണ്ടി അയാളൊരു പണി ചെയ്തിരുന്നു. വീട്ടുകാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു ബിരുദാനന്തര ബിരുദധാരിയായ രഞ്ജിനി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചുവെങ്കിലും ആ വിവാഹത്തിൽ എന്തൊക്കെ വിള്ളലുകളുണ്ടായി. ആ കുടുംബജീവിതം സന്തോഷമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. അസ്വാരസ്യങ്ങളുണ്ടായി. ആ വിവരം അറിഞ്ഞ് രഞ്ജിനിയെ ഒന്ന് കാണണമെന്ന് തോന്നി. അവളന്ന് കുടുംബ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ ചെന്ന് രഞ്ജിനിയെ കണ്ട് വിവരങ്ങൾ ആരാഞ്ഞു. സർ, പുതിയ സ്വപ്നങ്ങളുമായിട്ട് ആണ് ഞാൻ ആ വീട്ടിൽ കടന്നു വരുന്നത്. ബിജുവിനെക്കുറിച്ച് നല്ലതല്ലാത്ത കഥകൾ പലരും പറഞ്ഞെങ്കിലും അതെല്ലാം അവഗണിച്ചൊരു പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. സ്വപ്നങ്ങളുമായിട്ട് ആ വീട്ടിനകത്ത് കടന്നു ചെല്ലുമ്പോൾ
അന്ന് ആ വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ മറിഞ്ഞ് പുറകോട്ട് വീണു. എൻ്റെ തല കട്ടിലടിച്ചു, ഒരു മുറിവും പറ്റി. ആരോ പിടിച്ച് തള്ളിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഞാൻ ബിജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം അയാൾ ആരോ പിന്നോക്കം പിടിച്ച് വലിക്കും പോലെ അയാൾ പുറകോട്ട് പോകുന്നു. ഒരു രാത്രി പോലും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല സാർ. നിലാവുള്ള രാത്രികളിൽ ചെങ്ങല കലിക്കൊണ്ടൊരു പെൺകുട്ടി നടന്നു പോകുന്ന പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ഇതെൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് സാർ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ ആരോ വന്ന് ഞെരിക്കും പോലെ എനിക്ക് അനുഭവപ്പെടും. ഞാൻ ഞെട്ടി ഉണരും. എനിക്ക് ആ വീട്ടിൽ സുഖമായിട്ട് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല സാർ. എന്തായാലും പല കാരണങ്ങൾ പറഞ്ഞ് അവിടുന്ന് താമസം മാറി കുടുംബ വീട്ടിലോട്ട് വന്നു. വീട് മാറിയെന്നല്ലാതെ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനെന്നും കന്യകയാണ് സാർ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു. എൻ്റെ സ്വന്തം പെങ്ങൾ എൻ്റെ മുൻപിൽ വന്ന് നിന്ന് കരയും പോലെ തോന്നി. എന്തായാലും ആശ്വസിപ്പിച്ചിട്ട് എല്ലാത്തിനും പരിഹാരമുണ്ടാവുമെന്നും ആശ്വസിപ്പിച്ച് മടങ്ങി. പടിയിറങ്ങുമ്പോഴാണ് ആ അമ്മ വിളിച്ചു പറഞ്ഞത്, ബിജു ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നും അറിയാതെയുള്ള അവരുടെ ആ പറച്ചിൽ കേൾക്കാത്ത ഭാവത്തിൽ അവിടെ നിന്ന് പോകും. അടുത്ത പ്രഭാതത്തിൽ തന്നെ ബിജുവിൻ്റെ വീട്ടിലെത്തി ബിജുവിനെ കസ്റ്റഡി എടുത്തു. ബിജുവിനെ ഓഫീസിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. സാർ, ഞാൻ ഉള്ളതൊക്കെ അന്നേ സാറിനുമായിട്ട് സംസാരിച്ചല്ലോ, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഏനാത്ത് വെച്ച് നിങ്ങൾ ഒരു കറുത്ത അംബാസഡർ കാറിൽ വരുമ്പോൾ അതിനകത്ത് കാത്തു നിന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കാറിൽ കയറ്റിക്കൊണ്ട് പോയി, ശരിയല്ലേ? ഇല്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കണം. അമ്മയെ RCCയിൽ ചെക്കപ്പിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കാറെടുത്തുകൊണ്ട് വന്നിട്ട് തിരിച്ച് അന്ന് രാത്രി പോയില്ല എന്ന് പറഞ്ഞ് കാറ് കൊണ്ട് വീട്ടിലിട്ടു. അന്ന് പകൽ ആ കാറ് നിങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെത്തിയിരുന്നു. എന്തിനാണ് അവിടെ എത്തിയത്? എനിക്കൊന്നും അറിയില്ല സാർ. അവൻ്റെ ആ നിഷേധാത്മക നിലപാടിനോടൊപ്പം തുടർന്നപ്പോൾ പറഞ്ഞു, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന രണൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. രണനെ കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ആകെ തകർന്നു പോയി. അയാളെല്ലാം തുറന്നു പറഞ്ഞു, സാർ പറ്റിപ്പോയി, മനഃപൂർവ്വം ചെയ്തതല്ല സാർ, ഒഴിവാക്കണം. അയാൾ 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവുകൾ ശേഖരിക്കാനായിട്ട് ശൂരനാട് എത്തുമ്പോൾ രഹസ്യമായിട്ടാണ് എത്തിയതെങ്കിലും ജനം തിങ്ങിക്കൂടി. ഒരു വലിയ ജനക്കൂട്ടം ആ മണ്ണ് മാന്തി ആ കുഴിച്ചിട്ട സ്ഥലം കുഴിച്ചെടുക്കാൻ പോലും ആവാത്ത തരത്തിൽ ആൾക്കും 2 പേരെയും പിന്നെ സ്റ്റേഷനിലോട്ട് ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ മാറ്റിയതിന് ശേഷമാണ് ആ അന്വേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞത്. സയൻറ്റിഫിക് എക്സ്പെർട്ട് വന്ന് ഒരു പഴകിയ ഒരു അസ്ഥികൂടം കണ്ടെത്തി, കൂടെ ഒപ്പം ഒരു മൊബൈലും. ആ സയൻറ്റിഫിക് ടെസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ പല്ലും മറ്റ് ആവശ്യമുള്ള ഇതൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ആ കുഴി മൂടി. തിരിച്ച് സ്റ്റേഷനിൽ ഹാജരായി 2 പേരെയും റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കി സമാധാനമായി. എങ്കിലും വിരസമായ രാത്രികളിൽ ജനാലയിലൂടെ നോക്കിയിരിക്കുമ്പോൾ ശാലീനയ സുന്ദരിയായ ഒരു പെൺകുട്ടി പാദസരങ്ങൾ കലിക്കൊണ്ട് നടന്നു പോകുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. യാഥാർത്ഥ്യമെന്ന പോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത്തരം ചിന്തകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അരികിലെത്തുന്ന പെൺകുട്ടി, നിനക്കെന്നോട് പ്രണയമാണോ? ഞാൻ ഓർമ്മകളിൽ നിന്നും
പിൻവാങ്ങുന്നു. സുഗന്ധം പറത്തിക്കൊണ്ട് പാദസരങ്ങൾ കിലുക്കിക്കൊണ്ട് നീ വീണ്ടും വരുമോ? ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.